ജിതസ്യ സാധു സത്യാവലംബസ്യ വനാഗതസ്യ നയാജദോദാത് സമയേന ദായം തമോജുഷാണോ യദജാതശത്രു ദ്യുതേ ത്വധർമ്മേണ ജിതസ്യ സാധോ സത്യാവലംബസ്യ വനാഗതസ്യ നയാജദോദാത് സമയേന ദായം തമോജുഷാണോ യദജാതശത്രു പാർത്ഥ സഭായാം ജഗദ്ഗുരുര്യാ ജഗാദ കൃഷ്ണ നതാനി പുംസാമൃതായനാനി രാജോരുമേനേഷത പുണ്യലേശ യഥാ എപ്പോൾ ച കൂടി പാർത്ഥ പ്രഹിത അർജുനനാൽ ഉപദേശിക്കപ്പെട്ട സഭായാം രാജസഭയിൽ ജഗദ്ഗുരു ലോകഗുരു യാനി ആ ജഗാത ഗമിച്ചു ശ്രീകൃഷ്ണൻ ന ഒരിക്കലും താനി അത്തരം വാക്കുകൾ പുംസാം ബുദ്ധിയുള്ള എല്ലാ മനുഷ്യരും അമൃതായനാനി തേൻ പോലെ നല്ല രാജാവ് ധൃതരാഷ്ട്രർ അല്ലെങ്കിൽ ദുര്യോധനൻ ഗുരു വളരെ പ്രധാനപ്പെട്ട മേനെ പരിഗണിച്ച ശതാ ക്ഷണിക്കപ്പെട്ട പുണ്യലേശ പുണ്യകർമ്മങ്ങളുടെ കണിക പോലും ശ്രീല പ്രഭുപാദ് കി ജയ് വിവർത്തനം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ലോകത്തിന്റെ ആധ്യാത്മിക ഗുരു എന്ന നിലയിൽ അർജുനനാൽ രാജ്യസഭയിലേക്ക് അയക്കപ്പെട്ടു. സന്ധി സംഭാഷണമായിരുന്നു ലക്ഷ്മൺ. ഭീഷ്മ പിതാമഹനെ പോലുള്ള ഏതാനും വ്യക്തികൾക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ പരിശുദ്ധമായ തേൻമൊഴികളായി. എന്നാൽ എന്നോ ചെയ്ത സൽക്കർമ്മങ്ങളുടെ പുണ്യ കണികകൾ പോലും നഷ്ടപ്പെട്ടിരുന്ന ധൃതരാഷ്ട്ര രാജാവും ദുര്യോധനാദികളും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഗൗരവത്തിൽ എടുത്തില്ല. ശ്രീല പ്രഭുപാദ് കി ജയ് ഭാവാർത്ഥം. അഖില ലോകത്തിന്റെയും ആധ്യാത്മിക ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു ദൂതന്റെ കർമ്മം ഏറ്റെടുത്തു. അർജുനനാൽ അയക്കപ്പെട്ട അദ്ദേഹം ധൃതരാഷ്ട്രരുടെ രാജ്യസഭയിലേക്ക് സമാധാന ദൗത്യമായി ചെന്നു. കൃഷ്ണൻ എല്ലാവരുടെയും ഈശ്വരനാണ്, അർജുനന്റെ അതീന്ദ്രിയ സുഹൃത്തും. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു സാധാരണ മിത്രം എന്ന പോലെ അർജുനന് വേണ്ടി സമാധാന ദൂതന്റെ വേഷം കെട്ടിയത്. തന്റെ പരിശുദ്ധ ഭക്തന്മാരോടുള്ള ഈശ്വരന്റെ ഇടപെടലിന്റെ സൗന്ദര്യം അതാണ്. രാജ്യസഭയിലെത്തിയ കൃഷ്ണൻ സമാധാനത്തിന് വേണ്ടി സംസാരിച്ചു. അദ്ദേഹത്തിന്റെ സന്ദേശം ഭീഷ്മരെയും അതുപോലെയുള്ള മഹാന്മാരെയും അങ്ങേയറ്റം ആകർഷിച്ചു. കാരണം ഈശ്വരന്റെ തന്റെ സന്ദേശമാണെന്ന് അവർക്കറിയാമായിരുന്നു. എന്നാൽ ധർമ്മബോധം പാടെ നശിച്ചു പോയിരുന്ന ദുര്യോധനനും അയാളുടെ പിതാവ് ധൃതരാഷ്ട്രം കൃഷ്ണന്റെ സമാധാന സന്ദേശം ഗൗരവമായി ചെവിക്കൊണ്ടില്ല. അധാർമികരുടെ രീതി അതാണ്. ഒരുവനെ തന്റെ ധർമ്മനിഷ്ഠമായ പൂർവ്വകർമ്മങ്ങളുടെ ഫലത്താൽ ഒരു രാജ്യത്തിന്റെ രാജാവാകാൻ വരെ കഴിഞ്ഞേക്കും. പക്ഷെ ദുര്യോധനാദികളുടെ കർമ്മഫലം അവരെ വിനാശത്തിലേക്കും പരാജയത്തിലേക്കും നിപതിപ്പിക്കുകയായിരുന്നു. കൃഷ്ണന്റെ വാക്കുകൾ തള്ളിക്കളഞ്ഞപ്പോഴേ അവരുടെ തകർച്ചയും തോൽവിയും പാണ്ഡവരുടെ വിജയവും ഉറപ്പായിരുന്നു. ഈശ്വരന്റെ സന്ദേശം ഭക്തർക്ക് എപ്പോഴും തേൻ പോലെ മധുരിക്കുന്നതായിരിക്കും, അഭക്തർക്ക് നേരെ തിരിച്ചും. കൽക്കണ്ട മാരകോപനായ ഒരാൾക്ക് ആസ്വാദ്യകരമായിരിക്കും, പക്ഷേ മഞ്ഞപ്പിത്തം ബാധിച്ചവർക്ക് അത് കയ്പായിട്ടായിരിക്കും അനുഭവപ്പെടുക. ഹരേ കൃഷ്ണ മാതാജി. ഭാഗവതം 4ാം അധ്യായം 8, 9 ശ്ലോകങ്ങളാണ്. അപ്പൊ 8ാമത്തെ ശ്ലോകത്തിൽ ഇപ്പോ യുധിഷ്ഠിരൻ അജാത ശത്രു എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, അല്ലെ? യുധിഷ്ഠിരൻ അജാത ശത്രുവാണ്. അദ്ദേഹത്തിന് ഒരു ശത്രുക്കൾ തന്നെ ഇല്ല. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ശത്രു ഇല്ലാത്തത്? നമ്മൾ നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ്, നമ്മുടെ വർത്തമാനം എങ്ങനെയാണ്, അതിനനുസരിച്ചായിരിക്കും നമുക്ക് ശത്രുക്കൾ ഉണ്ടാകുമോ ഇല്ല, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും കുറിച്ച് പരാതി പറയുക, അല്ലെ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ചിലപ്പോൾ നമുക്ക് സ്വാഭാവികമായും ശത്രുക്കൾ സൃഷ്ടിക്കപ്പെടുന്നത്. പക്ഷെ യുധിഷ്ഠിരൻ വളരെയധികം നല്ലൊരു വൈഷ്ണവനുമാണ്. അദ്ദേഹം വളരെ പരിശുദ്ധിയുള്ള ഒരു ഭക്തനുമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരിക്കലും ഒരു ശത്രുക്കളും ഉണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആ യുധിഷ്ഠിരനെ പോലും കള്ളച്ചൂതുകളിയിൽ തോൽപ്പിക്കുകയാണ് ചെയ്തത്. കള്ളച്ചൂതുകളി എന്തിനാണ് വെച്ചത്? അധികമായിട്ടുള്ള ആർത്തി കാരണം, അല്ലെ? ആസക്തി കാരണം, ആ രാജ്യത്തോടുള്ള ആസക്തി, രാജഭോഗങ്ങൾ, ആ ഭോഗ ഐശ്വര്യങ്ങളോടുള്ള ആസക്തി കാരണമാണ് ധൃതരാഷ്ട്രരും അതുപോലെ ശകുനി, ദുര്യോധനൻ, അവരുടെ പാർട്ടി എല്ലാവരും ചേർന്നപ്പോ അവരെല്ലാവരും ചേർന്നിട്ട് ഇവരോട് ചൂതുകളി വെക്കുകയും അതില് തോൽപ്പിക്കുകയും ചെയ്യുകയും അവരെ വനവാസത്തിന് അയക്കുകയും ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഭാവാർത്ഥത്തില് ആ ലാസ്റ്റ് പാർട്ടില് പ്രഭാതിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ഏതൊരു സാഹചര്യത്തിലും ജീവിതം നിലനിർത്താൻ വേണ്ടി ഒരു തൊഴിലും സ്വീകരിക്കുകയില്ല. ഒരു തൊഴിലും സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞാല് അവർക്ക് അവരുടേതായ കർമ്മം, അവരുടേതായ സ്വഭാവമുണ്ട് ഓരോ വർണ്ണത്തിനും. അതിനനുസരിച്ചുള്ളത് മാത്രമേ അവർ ചെയ്യുകയുള്ളൂ. അവരുടെ ഡ്യൂട്ടി എന്താണ്, അവരുടെ കർത്തവ്യം എന്താണോ അത് മാത്രമേ അവർ നിർവഹിക്കുകയുള്ളൂ. നമുക്കറിയാം ഓരോരുത്തരുടെയും, ഓരോ വർണ്ണത്തിന്റെയും ഓരോ ആശ്രമത്തിന്റെയും
ധർമ്മം എന്താണ്, അല്ലെങ്കിൽ അവരുടെ കർത്തവ്യം എന്താണെന്ന് അത് മാത്രമാണ് അവർ ചെയ്യുക, വേറൊന്നും അവർ ചെയ്യില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്ന് വെച്ചാല്, ക്ഷത്രിയൻ എന്താണ് ചെയ്യേണ്ടത്? പ്രജാക്ഷേമ തൽപരരായിട്ട് അവർ രാജ്യം ഭരിക്കുക എന്നതാണ് ക്ഷത്രിയന്റെ കർത്തവ്യം. അപ്പൊ അതല്ലാതെ വേറൊന്നും അവർ ചെയ്യില്ല. നമുക്ക് ഭഗവത്ഗീതയിലെ ഫസ്റ്റ് ചാപ്റ്റർ വെച്ചിട്ട് തന്നെ അറിയാമല്ലേ, അതിലുമൊക്കെ ഭഗവാൻ പറയുന്നുണ്ട് അത് പറ്റില്ല എന്നുള്ളത്. അല്ലെ, നൈഷ്കർമ്മ്യം പാടില്ല എന്നും സന്യാസം സ്വീകരിക്കാൻ പറ്റില്ല എന്നും ഭിക്ഷ യാചിക്കാൻ പറ്റില്ല എന്നും ഒക്കെ അർജുനനോട് പറയുന്നുണ്ട് ഭഗവാൻ. അപ്പോ അവനവന്റെ വർണ്ണത്തിനും ആശ്രമത്തിനും അനുസരിച്ചുള്ള കർത്തവ്യങ്ങൾ ചെയ്തുകൊണ്ട് ഭഗവാന് പ്രേമ ഭക്തിയുത സേവനം ചെയ്യുക, ഇതാണ് ഓരോ മനുഷ്യന്റെയും ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അതിന് തെറ്റായിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത്? ദുര്യോധനൻ, അതുപോലെ ധൃതരാഷ്ട്രനും പ്രവർത്തിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, എക്സ്റ്റേണലി ബ്ലൈൻഡ്, പുറമെ ബാഹ്യമായിട്ട് മാത്രമല്ല അന്ധനായിരുന്നത് ധൃതരാഷ്ട്രൻ, എങ്ങനെയായിരുന്നു? ഉള്ളിലും എങ്ങനെയാ അദ്ദേഹം അന്ധനായിരുന്നു എന്നുള്ളത്, അല്ലെ. പുറമെ അന്ധത ബാധിക്കുന്നവർ പലർക്കും ഉൾക്കണ്ണ് കൊണ്ട് കാണാൻ കഴിയും. നമ്മൾ സൂർദാസിന്റെയും ഖുറേഷിന്റെയും ഒക്കെ കഥ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോ അതുപോലെ ഭക്തിയുള്ളവർ, ഭഗവാന്റെ പാത പിന്തുടരുന്നവർ, ഭഗവാന് ഭക്തി സേവനം ചെയ്യുന്നവർ ചെയ്യുന്ന പരിശുദ്ധമായിട്ടുള്ള ഒരു മനസ്സ്, ഹൃദയമല്ല ഇവിടെ ധൃതരാഷ്ട്രരും ദുര്യോധനനും കാണിച്ചത്. അതുകൊണ്ടാണ് ഒരു അജാത ശത്രുവായിരുന്ന, ഒരു ശത്രുക്കൾ പോലും ഇല്ലാതിരുന്ന യുധിഷ്ഠിരനെ പോലും ആ കള്ളച്ചൂതില് തോൽപ്പിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപത്തിന്റെ കഥ അത് പറഞ്ഞിരുന്നു, അല്ലേ. ഇനി നമ്മൾ ശ്ലോകം 9 നോക്കി കഴിഞ്ഞാല് ഇവിടെ പറയുന്നത് എന്താണ്? ഭഗവാൻ ദൂത് പോയതാണ്, അല്ലെ. ആ ഒരു ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷ്ണം വന്ദേ ജഗത് ഗുരു എന്നാണ് പറയുന്നത്. അപ്പൊ ഭഗവാൻ ആധ്യാത്മിക ഗുരു, ലോകത്തിന്റെ തന്നെ ആധ്യാത്മിക ഗുരുവാണ് ഭഗവാൻ. ഭഗവാൻ എന്താണ്? അർജുനനാൽ രാജ്യസഭയിലേക്ക് അയക്കപ്പെട്ടു. ദൂതിനു വേണ്ടിയിട്ട്, സമാധാന ദൂതിനു വേണ്ടി, സന്ധി സംഭാഷണത്തിന് വേണ്ടി പോയി. പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകള് തേൻമൊഴിയായിട്ട് കേട്ടത് ആരാണ്? ഭീഷ്മ പിതാമഹനെ പോലുള്ളവരാണെന്നാണ് പറയുന്നത്. കാരണം ഭീഷ്മ പിതാമഹൻ ഒരു ഭക്തനായിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന് അത് തേൻമൊഴിയായി. പക്ഷേ മറ്റുള്ളവർക്കൊന്നും തന്നെ എന്നോ ചെയ്ത സത്കർമ്മങ്ങളുടെ പുണ്യ കണികകൾ പോലും നഷ്ടപ്പെട്ടിരുന്ന ധൃതരാഷ്ട്രർ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഈ ധാരാളമായിട്ട് ആവശ്യമില്ലാത്ത കർമ്മങ്ങൾ, വേദത്തിന് വിരുദ്ധമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് താൻ ഇതുവരെയും ആർജിച്ചു വെച്ച സുഹൃതം പോലും നഷ്ടപ്പെടും. എത്രയോ ജന്മങ്ങളിലായിട്ട് ആർജിച്ചു വെച്ചിരിക്കുന്ന പുണ്യമെല്ലാം നഷ്ടപ്പെടും. നമുക്ക് കുശനാഭ എന്ന് പറയുന്ന ഒരു രാജാവിന്റെ പുത്രിമാരുടെ കഥയുണ്ട്. അതില് കുശനാഭ എന്ന രാജാവിന് 100 പുത്രിമാരുണ്ടായിരുന്നു. 100 പുത്രിമാരും കൂടി അവർ കുളിക്കാനും കളിക്കാനും ഒക്കെ ആയിട്ട് അവർ വനപ്രദേശങ്ങളിലേക്കൊക്കെ പോയ സമയത്ത് അവരുടെ ഭംഗിയും സൗന്ദര്യവും കണ്ടിട്ട് വായുദേവൻ വളരെയധികം ആകൃഷ്ടനായി. ഈ വായുദേവൻ ആകൃഷ്ടനായ സമയത്ത് വായുദേവൻ അവരോട് പോയിട്ട് വിവാഹം കഴിക്കാനായിട്ട് അഭ്യർത്ഥിക്കും. വായുദേവന് വിവാഹം കഴിക്കണം എന്ന്. അപ്പോ ഈ കുമാരിമാര് പറയും, ഞങ്ങൾ ഞങ്ങളുടെ അച്ഛന്റെ ആ ഒരു റെപ്യൂട്ടേഷൻ ഇല്ലാതാക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹമാണ് ഞങ്ങളെ സൃഷ്ടിച്ചത്, ഞങ്ങളുടെ പിതാവ്, അല്ലെ. അപ്പൊ അദ്ദേഹത്തിനാണ് ഞങ്ങളുടെ വരനെ കണ്ടുപിടിക്കാനുള്ള അവകാശം. ഞങ്ങൾ അദ്ദേഹത്തിന്റെ ആ ഒരു അഭിമാനം നഷ്ടപ്പെടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം സ്വയംവരം വെക്കും, അല്ലെ. ഈ സ്വയംവരം വെച്ച് ചെയ്യുന്നതിനെ പറ്റിയാണ് പറയുന്നത്. അല്ലാതെ ഞങ്ങൾ ഗാന്ധർവ വിധി പ്രകാരം അല്ലെങ്കിൽ രാക്ഷസ വിധി പ്രകാരം മറ്റു പല തരത്തിലുള്ള വിവാഹങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ പുണ്യഗ്രന്ഥങ്ങളിൽ. വേറൊരു തരത്തിലും ഞങ്ങൾ അങ്ങനെ ആ ഒരു അപേക്ഷ സ്വീകരിക്കില്ല. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഒരു തരത്തിലും ഞങ്ങൾ ഞങ്ങളുടെ പഴയ പയസ് ആക്ടിവിറ്റീസ്, ഞങ്ങൾ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഒന്നും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ വായുദേവൻ പിന്നീട് ഭീഷണിയിൽ വരും, ഭീഷണിപ്പെടുത്തും. ഞാൻ നിങ്ങളെ ശപിക്കും എന്ന് പറയുന്ന സമയത്ത്, നിങ്ങളുടെ സൗന്ദര്യമെല്ലാം ഇല്ലാതെയാക്കും എന്ന് പറയുന്ന സമയത്ത് ഈ കുമാരിമാര് പറയും, ഞങ്ങൾക്കും അതുപോലെ തന്നെ പുണ്യമുണ്ട്, ഞങ്ങൾ ആർജിച്ച പുണ്യം വെച്ച് ഞങ്ങൾക്ക് തിരിച്ചും ശപിക്കാനായിട്ട് കഴിയും. പക്ഷെ ഞങ്ങൾ അത് ചെയ്യില്ല. കാരണം ഞങ്ങൾ ആർജിച്ചിരിക്കുന്ന പുണ്യം അങ്ങനെ ഒരു ഹീന പ്രവൃത്തി ചെയ്ത് നശിപ്പിക്കാനുള്ളതല്ല. എന്തായാലും ദേവതയാണ്, അല്ലെ, ദേവനാണ്. വായുദേവൻ എന്ന് പറയുന്നത് ഡെമിഗോഡാണ്, അപ്പൊ ഉപദേവതയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുമാരിമാരെല്ലാം എങ്ങനെയാണ്? ക്ഷത്രിയരാണെങ്കിലും അവര് മനുഷ്യവംശമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ദേവന്മാരെ ശപിച്ച്
ഞങ്ങൾക്ക് ആ പുണ്യങ്ങളെല്ലാം നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ചെയ്യില്ല. സാധാരണ എന്താണ്, ഇങ്ങനെയെല്ലാം പറയുന്ന സമയത്ത് അവര് പ്രകോപിതരായിട്ട് അവർക്ക് അതിനുള്ള കഴിവുണ്ട്, ശപിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അവർ തിരിച്ച് ശാപം വർഷിക്കും. പക്ഷെ ഇവിടെ ശാപം വർഷിക്കാൻ ഈ കുമാരിമാര് വളരെ പക്വമായിട്ടുള്ള ഒരു തീരുമാനത്തിൽ അവരെത്തും. അവർ ശപിക്കില്ല. പക്ഷേ വായുദേവൻ എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ വായു കടന്നു കഴിഞ്ഞാല്, അവിടെ ഇവിടെയൊക്കെ വായു കടന്നു കയറിയാൽ നമുക്ക് എന്ത് തോന്നുന്നു? ഗ്യാസ് ട്രബിൾ ആണ്, ഗ്യാസ് കയറി എന്ന് തോന്നുന്നു, അല്ലെ? നേരെ നിൽക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, അല്ലെ? ഗ്യാസ് വന്നിട്ട് നമ്മുടെ ശരീരത്തിന് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ഇവിടെ വായുദേവനും ഇതുപോലെ തന്നെ അവർക്ക് ആകെ പ്രശ്നമുണ്ടാക്കും. അവർക്ക് കുനിഞ്ഞിട്ട് പിന്നീട് അവർക്ക് നിവരാൻ പറ്റില്ല, കൂന്നു വരും. അങ്ങനെ പല തരത്തിൽ അവരുടെ ശരീരത്തിൽ മൊത്തത്തില് പ്രശ്നമുണ്ടാക്കും. അപ്പൊ അവര് വിരൂപകളായി മാറും. ഇവർ ആ വൈരൂപ്യത്തോടു കൂടി തന്നെ തിരിച്ച് അച്ഛന്റെ അടുത്തേക്ക് പോകും. പക്ഷെ അച്ഛനോട് ഈ കഥകളൊക്കെ പറയുമ്പോൾ അച്ഛൻ വളരെയധികം അഭിമാനത്തോടു കൂടി പറയും, എന്റെ മക്കൾ എന്തായാലും തിരിച്ച് ആ ഒരു ദേവനെ ശപിച്ചില്ല, അത് നന്നായി. അതുപോലെ ആ അഭ്യർത്ഥനയും സ്വീകരിച്ചില്ല. അദ്ദേഹത്തിന് വളരെയധികം അഭിമാനം തോന്നും. പിന്നീട് ബ്രഹ്മദത്ത എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഇവിടെ വരെ ആവശ്യമുള്ളൂ, കാരണം അവർ ആവശ്യമില്ലാത്ത പ്രവൃത്തിയിലേക്ക് പോയില്ല. അവർ പരിശുദ്ധരായിട്ട് അവർ ചെയ്യേണ്ട പ്രവർത്തനമാണ് അവർ ചെയ്തത്. അവർ ഒരിക്കലും ശപിക്കാനോ അല്ലെങ്കിൽ അവരുടെ പുണ്യം, ആരെ ശപിച്ചാലും എങ്ങനെയായിരിക്കും? നമ്മൾ ആർജിച്ചിരിക്കുന്ന പുണ്യങ്ങളെല്ലാം നമുക്ക് നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പോ കൃഷ്ണഭക്ത സംഘ എന്താ പറയാ, വിനാശ്രയ, കൃഷ്ണഭക്ത സംഘ വിനാശ്രയ എന്നാണ് പറയുന്നത്. കൃഷ്ണഭക്തന്മാരുടെ സംഘത്തില് അതുകൂടാതെ നമുക്കൊരു ശ്രേയസ് ലഭിക്കില്ല. അല്ലെങ്കിൽ ഭക്തന്മാരെ സേവിക്കാതെ, ഭക്തന്മാർക്ക് വൈഷ്ണവ സേവ ചെയ്യാതെ നമുക്ക് ഒരു പുണ്യവും ലഭിക്കില്ല. ഇനി വൈഷ്ണവ അപരാധമാണ് ചെയ്യുന്നതെങ്കിൽ അതിലൂടെ നമുക്ക് ഏറ്റവും അധികം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ജീവിതമായിരിക്കും നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. നമുക്ക് ശാപം കിട്ടിയ ജന്മം പോലെ ആയി മാറുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ക്ലേശങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടി വരും വൈഷ്ണവ അപരാധം ചെയ്യുന്നത് വഴി. പക്ഷെ ഇവിടെ ഒരു തരത്തിലും വൈഷ്ണവാപരാധമോ അല്ലെങ്കിൽ ദേവന്മാരെ കുറ്റപ്പെടുത്തുകയോ അവർക്ക് ശാപം ചെയ്യുകയോ ഒന്നും തന്നെ ഈ കുമാരിമാർ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ബ്രഹ്മദത്തൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്ന് ഇവര് വിവാഹം കഴിക്കുന്ന സമയത്ത് ഓരോരുത്തരെയായിട്ട് ഗാർലാൻഡിങ്, ആ ഒരു മാലയിടുന്ന സമയത്ത് അവരുടെ എല്ലാം വൈരൂപ്യം മാറുകയും ചെയ്യും. അപ്പോൾ അവർ തിരിച്ച് ശപിക്കാനേ പോയില്ല. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. യഥാർത്ഥ വൈഷ്ണവരാണെങ്കിൽ തിരിച്ച് മറ്റുള്ളവരെ ശപിക്കാനായി പോയില്ല. ചിത്രകേതു മഹാരാജാവിന്റെ കഥയും അതുപോലെ തന്നെയാണ്. പാർവതി ദേവി ശപിക്കുന്ന സമയത്തും ചിത്രകേതു അതുപോലെ തന്നെ ആ ശാപം സ്വീകരിച്ച് വൃത്രാസുരനായി മാറും, അല്ലെ? പിന്നീട് അദ്ദേഹം ആ ജന്മം ജീവിച്ചു തീർക്കുകയാണ് ചെയ്യുന്നത്. അസുരനായിട്ട് തന്നെ, ഭഗവാന്റെ ഭക്തനായിട്ട് തന്നെ ജീവിച്ചു തീർക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ധാരാളം കഥകൾ നമുക്കുണ്ട്. വൃത്രാസുരന്റെ കഥ ഓൾറെഡി അറിയാമല്ലോ, അല്ലെ? അപ്പോ അതുകൊണ്ടാണ് അത് പറയാതെ വേറൊരു പുതിയ ഇത് പറഞ്ഞത്. അപ്പൊ ഇവിടെ ധാരാളം കഥകൾ ഇതുപോലെ നമുക്കുണ്ട്. അപ്പൊ ഇവിടെ എന്തായാലും ഈ ഒരു പയസ് ആക്ടിവിറ്റീസ് ചെയ്യാതെ ധൃതരാഷ്ട്രരും കൗരവരും എന്താണ് ചെയ്യുന്നത്? അവർ ചെയ്യുന്നതെല്ലാം ദോഷകരമായിട്ടുള്ള വൈഷ്ണവ അപരാധങ്ങളാണ് ചെയ്യുന്നത്. ഭഗവാന്റെ ഭക്തന്മാരാണ് പാണ്ഡവരെല്ലാവരും, കുന്തി ദേവിയും എല്ലാവരും തന്നെ. പക്ഷെ അവരോട് ചെയ്യുന്ന അപരാധങ്ങളെല്ലാം തന്നെ ധൃതരാഷ്ട്രരുടെ എല്ലാ പുണ്യപ്രവൃത്തികളെയും നശിപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ശ്ലോകം കർമ്മങ്ങൾ പുണ്യ കണികകൾ പോലും ധൃതരാഷ്ട്രർ ഏതെങ്കിലും ജന്മത്തിൽ എന്തെങ്കിലും സത്കർമ്മം ചെയ്തിരുന്നുവെങ്കിൽ അങ്ങനെ ആർജിച്ച പുണ്യ കണികകളെല്ലാം തന്നെ ഇപ്പോ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. കാരണം ദുര്യോധനാദികളും ധൃതരാഷ്ട്രയുടെ വാക്കുകളൊന്നും തന്നെ ഗൗരവത്തിൽ എടുത്തില്ല. പക്ഷെ ധൃതരാഷ്ട്ര രാജാവാണെങ്കിൽ പോലും അദ്ദേഹം അത് സ്വന്തം പുത്രനെ തിരുത്താനോ അദ്ദേഹത്തെ നേർവഴിക്ക് നയിക്കാനോ ബ്ലൈൻഡായിരുന്ന, അന്ധനായിരുന്ന, ഉള്ളിലും പുറമേയും അന്ധനായിരുന്ന ധൃതരാഷ്ട്രരും ശ്രമിച്ചില്ല എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ.